ചടങ്ങില് വാടക വീട്ടിൽ കഴിയുന്ന നിങ്ങൾക്കെന്താ കാര്യം? ഒരു മകൻ പണ്ട് നാണം കിട്ട നാട് വിട്ട് പോയതാ. ഇപ്പൊ പൂട്ടടിക്കാൻ കാശില്ലായിരിക്കും, അതിന് തെണ്ട ഇറങ്ങിയതാ. മിസ്റ്റർ വിജയ്, ഇവരെ ആരെവിടെ ഇൻവൈറ്റ് ചെയ്ത? ഈ 3 പേരെ പ്രീമിയം മെമ്പേഴ്സിനെ മാത്രമാണ് നമ്മൾ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. ആ കൂട്ടത്തിലുള്ള ആരെങ്കിലും ആയിരിക്കും. ഇവരോ? പ്രീമിയം മെമ്പേഴ്സോ? ഇവര് വെറും പിച്ചക്കാരാണ് മിസ്റ്റർ. 10 പൈസക്ക് മാർഗമില്ലാത്ത പിച്ചക്കാര്. നിങ്ങളുടെ പേരെന്താ? സാറേ, എന്റെ പേര് വേണുന്ന. ഇതെന്റെ ഭാര്യ രാധ. ഞങ്ങൾക്ക് 3 മക്കളാ. മൂത്തത് പ്രിയ, പിന്നെ ഒരു മകളുണ്ട്, അവൾ ഇങ്ങ ടാക്സിലാ. പിന്നെ ഒരു മകനുള്ളത് വിദേശത്താ. മകന്റെ പേരെന്താ? രാജു. ഏത് നാട് വിട്ടുപോയ രാജുവോ? അവനാരെങ്കിലും തല്ലിക്കൊന്നു കാണും. അവരുടെ ഒരു രാജു. ഇറങ്ങണോ വെളിയില്? ദീപക്കെ വേണ്ട. നിങ്ങളോടാ പറഞ്ഞ ഇറങ്ങാൻ. ദീപക്കെ ഇത് വലിയ പ്രശ്നമാവും. താൻ പോടോ. ഞങ്ങൾ ഞങ്ങളുടെ ടെൻഷൻ കൊണ്ട് ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കൂ. എന്താ ചേച്ചി പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം വന്നത്? അതൊന്നും എനിക്കറിയില്ല. അത് മാനേജ്മെന്റിനല്ലേ അറിയൂ. ഞാനും നിങ്ങളെപ്പോലെ ഒരു സാധാരണ ജീവനക്കാരിയാ. മാനേജർ എന്ന പദവി മാത്രമേ ഉള്ളൂ. കമ്പനി ടേക്ക് ഓവർ ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ കുറച്ചു ദിവസം മുമ്പേ അറിഞ്ഞിരുന്നു. ഞാനും ആ ടെൻഷനിലായിരുന്നു. ആ ഒരു വിഷമം കൊണ്ടാ കഴിഞ്ഞ ദിവസം ഞാൻ കുട്ടിയോട് ദേഷ്യപ്പെട്ടത്. വലിയൊരു ഫോറിൻ കമ്പനിയാ നമ്മുടെ ഈ കൊച്ചു കമ്പനി ടേക്ക് ഓവർ ചെയ്തിരിക്കുന്നത്. ഇതിനെ വിഴുങ്ങാൻ വന്ന ആ വലിയ കമ്പനി ഏതാ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ഫോറിൻ കമ്പനിയുടെ പേര് RR എന്നാ. RR? ആ കമ്പനിയുടെ ഫൗണ്ടറാ ഈ വർഷത്തെ വിദേശത്തെ ബിസിനസ് ഐക്കൺ. അയാളുടെ ഫുൾ നെയിം എന്താണെന്ന് അറിയില്ല. അയാളെ ചുരുക്കി വിളിക്കുന്നത് RVM എന്നാ. RVM? അതെ, RVM. അയാളുടെ വീട് എവിടാണെന്നും അറിയില്ല. എന്തായാലും അയാൾ ഇപ്പൊ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. തൈക്കാട് അയാളെ സ്വീകരിക്കുന്ന ഫംഗ്ഷൻ എന്തോ ഇപ്പൊ നടക്കുന്നുണ്ട്. ജോലി നഷ്ടപ്പെട്ട കുറച്ചു മെമ്പേഴ്സ് അദ്ദേഹത്തെ കാണാൻ പോയിട്ടുണ്ട്. ഇവിടെ അടുത്ത് അയാളുടെ വക ഒരു ഡിസൈനിങ് കമ്പനി ഓപ്പൺ ചെയ്യുന്നുണ്ട്. അവിടേക്ക് സ്റ്റാഫുകളെ ഇന്റർവ്യൂ ചെയ്തെടുക്കുന്നെന്ന് അറിയാൻ കഴിഞ്ഞത്. പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് പോയി നോക്ക്. രാജു?
രാധേ നീ കരയല്ലേ? നമ്മുടെ മോൻ തിരിച്ചു വന്നില്ലേ? മിസ്റ്റർ വിജയ്, ഇതെന്താ നടന്നത്? സോറി സർ, ഐ എം എക്സ്ട്രീംലി സോറി. ആളുകളെ അറിയാതെ പറ്റിപ്പോയതാ. ഇങ്ങനെയാണോ എന്റെ അച്ഛനെയും അമ്മയും ചേച്ചിയും ട്രീറ്റ് ചെയ്യേണ്ടത്? സോറി സർ. മോനെ, ഇത് ഇദ്ദേഹത്തിന്റെ തെറ്റല്ല. ഞങ്ങൾ ആരാണെന്ന സത്യം ഇദ്ദേഹത്തോട് പറഞ്ഞില്ല. അതിനു മുൻപ് ഇവനും ഇവളും കൂടി ഞങ്ങളുടെ നേരെ പാഞ്ഞെടുക്കുമായിരുന്നു. ഇദ്ദേഹം ആരാണെന്നറിയാമോ നിങ്ങൾക്ക്? ഇദ്ദേഹമാണ് നമ്മുടെ ഗസ്റ്റ്. ഇദ്ദേഹത്തെ വെൽക്കം ചെയ്യാനാ നമ്മൾ വെയിറ്റ് ചെയ്തത്. ഇദ്ദേഹമാണ് ഈ വർഷത്തെ ബിസിനസ് ഐക്കോണിക്. യങ് ഐക്കോണിക് മിസ്റ്റർ ആർവിൻ. രാജു വേണുഗോപാൽ മഠത്തിൽ.